അങ്ങനെ ചെന്നൈ തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണ് നേടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കൊൽക്കത്തയാണ് ചെന്നൈ തോൽപ്പിച്ചിരിക്കുന്നത്. സഞ്ജു ഫോമായപ്പോൾ CSK കളി ജയിച്ചു തുടങ്ങി. സഞ്ജു തന്നെയാണ് CSKയുടെ ഭാഗ്യതാരം. ഇപ്പോഴിതാ ഇന്ന് CSK കളി ജയിച്ച ശേഷം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ചെന്നൈ 192 റൺസാണ് അടിച്ചു കൂട്ടിയത്. കൊൽക്കത്ത ടീമിന് ഈ റൺസ് മറികടക്കാൻ സാധിച്ചില്ല. സഞ്ജു 48 റൺസും അടിച്ചുകൂട്ടി. ഇന്ന് ചെന്നൈ ജയിച്ച ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒന്നും തന്നെ പേടിയില്ല. എൻ്റെ വിശ്വാസം സഞ്ജുവിലാണ്. സഞ്ജു ഫോമായാൽ ഉറപ്പായും ചെന്നൈ കളി ജയിക്കും. അത്രയ്ക്കും മികച്ചൊരു പ്ലെയറാണ് സഞ്ജു സാംസൺ. സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കണമെന്ന് ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. എനിക്ക് ഒരു പിൻഗാമി ഉണ്ടെങ്കിൽ അത് സഞ്ജു ആയിരിക്കും. സഞ്ജു ഇതുപോലെ നേരത്തെ തന്നെ ഫോമായെങ്കിൽ ഉറപ്പായിട്ടും ചെന്നൈ ആദ്യ മത്സരങ്ങളിൽ ജയിച്ചേനെ. ഇത് ചെന്നൈ ടീമിൻ്റെ ഒരു തിരിച്ചറിവാണ്. ഞാൻ കളിച്ചില്ലെങ്കിലും ചെന്നൈ ടീം ജയിക്കണം, കപ്പ് നേടണം. അതാണ് എൻ്റെ ആഗ്രഹം. സഞ്ജുവിൽ ഞാൻ അത് കാണുന്നുണ്ട്. സഞ്ജു ഉണ്ടെങ്കിൽ ടീമിന് കപ്പ് നേടാൻ സാധിക്കും. സഞ്ജുവിൻ്റെ കളിരീതി വ്യത്യസ്തമാണ്. അവൻ സിക്സറുകൾ അടിക്കാൻ നോക്കാറില്ല. വിക്കറ്റുകൾ കളയാതെയാണ് സഞ്ജു കളിക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വരുന്നവരെല്ലാം തന്നെ സിക്സറുകൾ വായിച്ചാൽ ടീമിൻ്റെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകും. 20 ഓവർ വരെ ബാറ്റ് ചെയ്യാൻ ചെന്നൈ ടീമിന് സാധിക്കണം. സഞ്ജു ക്രീസിലുണ്ടെങ്കിൽ ചെന്നൈയുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകില്ല. അതെനിക്ക് ഉറപ്പായിപ്പോൾ. കളി ജയിച്ച CSK ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് MS ധോണി വ്യക്തമാക്കി. ചെന്നൈ ടീം തിരിച്ച് ട്രാക്കിലേക്ക് എത്തി. ചെന്നൈ എത്തിയതല്ല, സഞ്ജു എത്തിച്ചതാണ്. സഞ്ജു ഫോമായ ശേഷമാണ് ചെന്നൈ കളി ജയിച്ചു തുടങ്ങിയത്. ഋതുരാജ് പേരിന് മാത്രമാണ് ക്യാപ്റ്റൻ. ബാറ്റിങ്ങിലും ഋതുരാജ് ഫ്ലോപ്പാണ്. സഞ്ജുവാണ് ഇപ്പോൾ CSKയെ ചുമലിലേറ്റി കൊണ്ടുപോകുന്നത്. ഇപ്രാവശ്യം ചെന്നൈക്ക് വേണ്ടി സഞ്ജു കപ്പ് നേടിക്കൊടുക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.